ഒരിക്കൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജുമാ നമസ്കാരത്തിനായി മദീന പള്ളിയിലേക്ക് പോകുന്ന സമയം അദ്ദേഹത്തിൻ്റെ യാത്ര അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ സൈഡിലൂടെയാണ്. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ അദ്ദേഹം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോകുന്നത് കാണാതെ വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ബാക്കി വരുന്ന മാലിന്യങ്ങൾ മേൽക്കൂരയിലേക്ക് സ്വാഭാവികമായി ഒഴിച്ചുവിട്ടു. വീട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാനുള്ള പാത്തി ആ ഭാഗത്തായിരുന്നു അദ്ദേഹം പിടിപ്പിച്ചിരുന്നത്. ഉമർ ഫാറൂഖിന്റെ യാത്ര കാണാത്ത അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഭാര്യ ഈ പ്രവൃത്തി ചെയ്തു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത്, വീടിൻ്റെ പാത്തി മാറ്റി പിടിപ്പിക്കണം, എൻ്റെ ദേഹത്ത് മാലിന്യ ജലം തെറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങി വീട്ടിൽ പോയി വസ്ത്രം മാറി ജുമാ നമസ്കാരത്തിനായി മദീന പള്ളിയിലേക്ക് കടന്നു വരികയും ജുമാ നമസ്കരിപ്പിക്കുകയും ചെയ്തു. ജുമാ നമസ്കാരം കഴിഞ്ഞ് മദീന പള്ളി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന വേളയിലാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നത്. അത് ഉമറിനോട് പറയും, ഖലീഫ, അവിടെ പാത്തി വെക്കാൻ വേണ്ടി എന്നോട് നിർദ്ദേശിച്ചത് എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് മാറ്റാൻ നിങ്ങൾ പറഞ്ഞു, ഞാനത് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. പ്രിയമുള്ളവർ, പിന്നീട് ചരിത്രത്തിൽ കാണുന്നത് മിഹ്റാബിൽ ദുആയിലിരുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ച് കരഞ്ഞ് അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെടുത്ത രംഗമാണ്. അബ്ബാസ് റളിയല്ലാഹുവിന് മുമ്പിൽ മുട്ടുകുത്തി നിന്ന ഉമർ ഫാറൂഖ് പറയും, എൻ്റെ ചുമലിൽ കയറി പൂർവ്വ സ്ഥാനത്ത് നിങ്ങൾ ആ പാത്തി പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അബ്ബാസ് റളിയല്ലാഹുവിന് മുമ്പിൽ കൈകൂപ്പി നിന്ന് കരയുന്ന ഖലീഫയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ന്യായം ഉമറിന്റെ പക്ഷത്തായിരുന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചോ എന്ന പേടിയായിരുന്നു ഉമറിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ശൈലികളാണ് വിശ്വാസികളെ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.